കൊച്ചി നഗരത്തിലെ ഹൃദയമിടിപ്പ് നിലയ്ക്കാത്ത ഒരു സായാഹ്നമായിരുന്നു അത്. MG റോഡിലെ തിരക്കുകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ആഡംബര ഫ്ലാറ്റിന്റെ 10ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ താഴെ ചുവപ്പും മഞ്ഞയും വെളിച്ചത്തിൽ വിതറിയൊഴുകുന്ന വാഹനങ്ങളുടെ നിര കാണാം. ഡോക്ടർ വീണ ആ കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നെങ്കിലും അവളുടെ മനസ്സ് എവിടെയോ ആയിരുന്നു. ഒരു പ്രശസ്തമായ സർജൻ എന്ന നിലയിൽ വീണയുടെ ജീവിതം ഒരു ക്ലോക്കിന്റെ സൂചിയേക്കാൾ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിലെ തീക്ഷ്ണമായ വെളിച്ചവും ICUയിലെ യന്ത്രങ്ങളുടെ കൃത്യമായ താളവുമാണ് അവളുടെ ലോകത്തെ നിർവചിച്ചിരുന്നത്. വീണയുടെ ഭർത്താവ് ഗൗതം അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റ് ആണ്. നഗരത്തിലെ പല വലിയ കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്തത് അയാളാണ്. എന്നാൽ സ്വന്തം വീടിന്റെ രൂപകൽപ്പനയിൽ അയാൾക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് വീണ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. മക്കൾ 14 വയസ്സുകാരി ഗീതുവും 8 വയസ്സുകാരൻ സച്ചിനും ആ വലിയ ഫ്ലാറ്റിന്റെ ചുവരുകൾക്കുള്ളിൽ തങ്ങളുടേതായ ഒരു ലോകത്തായിരുന്നു. വീണയുടെ പകൽ സമയം മുഴുവൻ സ്വന്തം ക്ലിനിക്കിലും രാത്രി ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലുമായിരുന്നു. വീട് എന്നത് അവൾക്ക് കുളിക്കാനും വസ്ത്രം മാറാനും ഉറങ്ങാനുമുള്ള ഒരിടം മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. ഈ വീടിന്റെ യഥാർത്ഥ ശില്പി ജാനകിയായിരുന്നു. പാലക്കാട്ടെ ഏതോ ഉൾഗ്രാമത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിലെത്തിയ ജാനകി വീണയ്ക്കും ഗൗതമിനും വെറും ഒരു വേലക്കാരിയല്ല. വീടിന്റെ ഓരോ കോണും ജാനകിയുടെ വിരലടയങ്ങളാൽ സമ്പന്നമാണ്. വീണയ്ക്കും മക്കൾക്കും എന്തു വേണമെന്ന് ഗൗതമിനേക്കാൾ നന്നായി ജാനകിക്ക് അറിയാമായിരുന്നു. മക്കളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കാനും ശാസിക്കാനും അവൾക്ക് അധികാരമുണ്ടായിരുന്നു. എന്നാൽ 2 ആഴ്ചയായി ജാനകിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റം വീണ ശ്രദ്ധിച്ചു തുടങ്ങി. സാധാരണ വായാടിയായ ജാനകി ഇപ്പോൾ അധികം സംസാരിക്കാറില്ല. വീണയുടെ കണ്ണുകളിൽ നോക്കാൻ അവൾ ഭയപ്പെടുന്നത് പോലെ പലപ്പോഴും വീണയ്ക്ക് തോന്നിയിട്ടുണ്ട്. വീണ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ജാനകി അരികിൽ വന്നു നിൽക്കും. എന്തോ ഗൗരവമായ കാര്യം പറയാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. പക്ഷേ വീണയുടെ അക്ഷമയോ ദേഷ്യമോ കാണുമ്പോൾ അവൾ ആ വാക്കുകൾ വിഴുങ്ങും. ഒരു ശനിയാഴ്ച വൈകുന്നേരം ആകാശം കറുത്തിരുണ്ട് മഴ പെയ്യാൻ തയ്യാറെടുക്കുന്ന നേരം. വീണ സ്റ്റെതസ്കോപ്പ് ബാഗിൽ നിറച്ച് രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് ജാനകി ചായക്കപ്പുമായി മുറിയിലേക്ക് വന്നത്. എന്താ ജാനകി, നിനക്കെന്തെങ്കിലും വയ്യായികയുണ്ടോ? വീണ ജാനകിയെ നോക്കി ചോദിച്ചു. ജാനകി ഒന്ന് മടിച്ചു. പിന്നെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, അത് മാഡം, ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ പോകാതിരുന്നൂടെ? ലീവ് എടുക്കാൻ പറ്റില്ലേ? വീണ ഒന്ന് ഞെട്ടി. തന്റെ ജോലിയിൽ ഒരിക്കലും ഇടപെടാത്ത ജാനകി ഇങ്ങനെയൊന്ന് ചോദിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്താ ജാനകി നീ പറയുന്നത്? ഞാനൊരു ഡോക്ടറാണ്. എനിക്ക് ലീവ് എടുക്കാൻ പറ്റുന്ന നേരമാണോ ഇത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വിറയ്ക്കുന്ന സ്വരത്തിൽ തുടർന്നു, അതിനല്ല മാഡം, രാത്രിയിൽ മോൾക്ക് അമ്മ അടുത്തുണ്ടാകുന്നതാണ് നല്ലത്. ഗീതുമോൾക്ക് അവൾക്ക് അമ്മയെ വേണം. മാഡം പോകരുത്. വീണയുടെ ഉള്ളിൽ ഒരു ദേഷ്യം പതിഞ്ഞു പൊന്തി. എന്റെ കുട്ടികളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം ജാനകി. നീ നിന്റെ ജോലി നോക്കിയാൽ മതി. ഗൗതം വീട്ടിലുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? ജാനകി ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തി അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്നാൽ വീണയുടെ മനസ്സിൽ ആ വാക്കുകൾ ഒരു മുള്ളു പോലെ തറച്ചു നിന്നു. വെറും ഒരു വേലക്കാരിയായ ജാനകിക്ക് എങ്ങനെയാണ് എന്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇടപെടാൻ ധൈര്യം വന്നത്? അവൾക്ക് പണം കൂടുതൽ വേണമായിരുന്നോ? അതോ ജോലിഭാരം കൂടുന്നുണ്ടോ? അപ്പോഴാണ് വീണയുടെ മനസ്സിൽ ഒരു കോണിൽ സംശയത്തിന്റെ വിശപ്പുക ഉയർന്നത്. കുറച്ചു ദിവസങ്ങളായി ഗൗതം വല്ലാതെ മാറിയിരിക്കുന്നു. 14കാരിയായ മകൾക്ക് തന്റെ സാമീപ്യം വേണമെന്ന് ജാനകിക്ക് തോന്നാൻ എന്ത് കാരണമാണുള്ളത്? ഓരോ ചിന്തകളും വീണയുടെ തലച്ചോറിനെ പിടിച്ചുലച്ചു. നഗരത്തിലെ തിരക്കേറിയ ആശുപത്രിയിൽ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മുഴുകേണ്ട സർജന്റെ ഉള്ളിൽ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞു. പുറത്തെ മഴ കനത്തു തുടങ്ങിയിരുന്നു. കാറിലിരുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും വീണയുടെ കണ്ണുകൾ CCTV ക്യാമറയുടെ ആപ്പിലേക്ക് നീണ്ടു. പക്ഷേ ലാപ്ടോപ്പിലും ഫോണിലും എല്ലാം നോക്കിയിട്ടും ഒന്നും കണ്ടെത്താൻ അവൾക്കായില്ല. എങ്കിലും ജാനകിയുടെ ആ വാക്കുകൾ, രാത്രിയിൽ അമ്മ കൂടെ വേണം, അവളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആഡംബരങ്ങളുടെ നടുവിലും തന്റെ വീട് ഒരു തടവറാകുകയാണോ എന്ന് മീര ഭയപ്പെട്ടു. നിഴലുകൾ ചുവരുകളിൽ പടരുന്നത് പോലെ അവൾ പോലും അറിയാത്ത ഏതോ വലിയ രഹസ്യം ആ ഫ്ലാറ്റിനുള്ളിൽ വളരുന്നുണ്ടെന്ന് അവൾക്കുറപ്പായി. ആ സത്യം കണ്ടെത്താതെ ഇനി സമാധാനമായി ഉറങ്ങാൻ തനിക്ക് കഴിയില്ലെന്ന് വീണ മനസ്സിൽ കുറിച്ചു. പണത്തിനും പദവിക്കും അപ്പുറം തന്റെ ചോരയും നീരും നൽകി വളർത്തിയ മക്കൾക്കും ഗൗതമിനും ഇടയിൽ ജാനകി എന്ന മൂന്നാമതൊരാൾ ഒരു മതിൽ തീർക്കുകയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി വീണയുടെ മനസ്സലഞ്ഞു. ജാനകിയുടെ ആ മുന്നറിയിപ്പിന് ശേഷം കടന്നുപോയ ഓരോ നിമിഷവും വീണയുടെ മനസ്സ് ഒരു വലിയ യുദ്ധക്കളമായിരുന്നു. ഹോസ്പിറ്റലിലെ തിരക്കേറിയ വാർഡുകളിലൂടെ നടക്കുമ്പോഴും അതീവ ശ്രദ്ധ വേണ്ട സർജറികൾക്കിടയിലും അവളുടെ മനസ്സിന്റെ ഒരു കോൺ എപ്പോഴും ആ 12ാം നിലയിലെ ഫ്ലാറ്റിന്റെ ചുവരുകൾക്കുള്ളിലായിരുന്നു. സംശയത്തിന്റെ വിത്തുകൾ ഒരിക്കൽ മുളച്ചാൽ അത് എത്ര വേഗമാണ് ഒരു വൻ മരമായി വളരുന്നത് എന്ന് വീണ ഭയത്തോടെ തിരിച്ചറിഞ്ഞു.
പ്രിയപ്പെട്ടവരുടെ ഓരോ ചെറിയ ചലനങ്ങളും വീണയ്ക്ക് ഇപ്പോൾ ദുരൂഹമായി തോന്നി തുടങ്ങിയിരിക്കുന്നു. ഗൗതമിന്റെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങൾ വീണയെ വല്ലാതെ അസ്വസ്ഥയാക്കി. സാധാരണയായി വീട്ടിലെത്തിയാൽ ഓഫീസിലെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന അയാൾ ഇപ്പോൾ മൗനമാണ്. പലപ്പോഴും അയാൾ ഫോണുമായി ബാൽക്കണിയിലേക്ക് പിൻവാങ്ങുന്നത് വീണ ശ്രദ്ധിച്ചു. ആരും അറിയാതെ താഴ്ന്ന സ്വരത്തിൽ അയാൾ ആരോടോ ഗൗരവമായി സംസാരിക്കുന്നു. വീണ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ സംസാരം പെട്ടെന്ന് നിർത്തുകയോ ഫോൺ പോക്കറ്റിലേക്ക് മാറ്റുകയോ ചെയ്യുന്നത് അവളുടെ ഉള്ളിലെ സംശയത്തിന്റെ കനലുകൾക്ക് കാറ്റ് പകർന്നു. ഗൗതമിനെ തനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വിശ്വാസത്തിന്റെ അടിത്തറ ഇളകുന്നത് പോലെ അവൾക്ക് തോന്നി. ജാനകിയുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. വീട്ടുജോലികൾക്കിടയിൽ ജാനകിയും ഫോണിൽ രഹസ്യമായി സംസാരിക്കുന്നത് വീണ നേരിട്ട് കണ്ടു. ഒരിക്കൽ അടുക്കളയുടെ മറവിൽ നിന്ന് ജാനകി പറയുന്നത് വീണ വ്യക്തമായി കേട്ടു. മേഡം ഇപ്പോൾ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വരാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ വാക്കുകൾ വീണയുടെ ഹൃദയത്തിൽ ഒരു ഇടുത്തി പോലെയാണ് പതിച്ചത്. ആരെയാണ് ജാനകി വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? തന്റെ അഭാവത്തിൽ ആരൊക്കെയാണ് ഈ വീടിന്റെ പടികൾ കയറുന്നത്? ജാനകിയും ഗൗതമും ചേർന്ന് തന്നെ വഞ്ചിക്കുകയാണോ? അതോ തന്റെ മക്കളെ ഇതിലേക്കൊക്കെ വലിച്ചിഴയ്ക്കുന്നുണ്ടോ? ഈ സംശയങ്ങൾ നേരെ ഒരു നിഴലായി പിന്തുടർന്നു. ജോലിക്കിടയിൽ കിട്ടുന്ന ഓരോ ഇടവേളകളിലും അവൾ ഫോണിലെ CCTV ആപ്പ് തുറന്നു. പക്ഷേ ലിവിംഗ് റൂമിലെയും ഡൈനിങ് ഏരിയയിലും ക്യാമറകളിൽ കാണുന്ന കാഴ്ചകൾ തികച്ചും സാധാരണമായിരുന്നു. കുട്ടികൾ പഠിക്കുന്നു, ജാനകി ജോലി ചെയ്യുന്നു, ഗൗതം ലാപ്ടോപ്പിൽ മുഴുകിയിരിക്കുന്നു. എന്നാൽ ഈ സാധാരണത്വത്തിനു പിന്നിൽ അസാധാരണമായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വീണയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഒരു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അപ്രതീക്ഷിതമായി ഒരു മീറ്റിംഗ് ക്യാൻസലായതിനാൽ വീണ പതിവിലും നേരത്തെ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അടിക്കാതെ തൻ്റെ കൈവശമുള്ള കീ ഉപയോഗിച്ച് അവൾ സാവധാനം വാതിൽ തുറന്നു. വീടിനുള്ളിൽ ഒരു വല്ലാത്ത നിശബ്ദത പടർന്നു കിടന്നിരുന്നു. അവൾ നേരെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. അവിടെ ആരെയും കണ്ടില്ല. എന്നാൽ ബാൽക്കണിയിൽ നിന്ന് സംസാര ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് ചെന്നു. അവിടെ ഗൗതം അപരിചിതയായ ഒരു സ്ത്രീയുമായി വളരെ ഗൗരവത്തിൽ സംസാരിച്ചു നിൽക്കുകയാണ്. ആ സ്ത്രീയുടെ കൈവശം ഒരു ടാബ്ലറ്റും ചില പേപ്പറുകളും ഉണ്ടായിരുന്നു. വീണയുടെ സാന്നിധ്യം അറിഞ്ഞതും ഗൗതം പെട്ടെന്ന് അസ്വസ്ഥനായി. ഇതാരാണ് ഗൗതം? വീണ കർക്കശമായ സ്വരത്തിൽ ചോദിച്ചു. ഗൗതം ഒന്ന് പരുങ്ങി. ഇത് എൻ്റെ പുതിയൊരു ക്ലയൻ്റാണ് വീണ. ഓഫീസിൽ വെച്ച് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. അയാളുടെ മറുപടിയിൽ വീണയ്ക്ക് ഒട്ടും തൃപ്തി തോന്നിയില്ല. ആ സ്ത്രീയുടെ പെരുമാറ്റത്തിലും ഒരു ക്ലയൻറ്റിനുണ്ടാകേണ്ട സ്വാഭാവികത ഉണ്ടായില്ല. വീണ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ ആ സ്ത്രീ പെട്ടെന്ന് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. ക്ലയൻറ്റിന് എന്താണ് വീട്ടിലേക്ക് വിളിക്കുന്നത്? നിനക്ക് ഓഫീസിൽ വെച്ച് കണ്ടുകൂടായിരുന്നോ? വീണയുടെ ചോദ്യത്തിന് ഗൗതം വ്യക്തമായി മറുപടി നൽകിയില്ല. നീ എന്തിനാ വീണ എല്ലാത്തിനെയും ഇങ്ങനെ സംശയിക്കുന്നത്? എനിക്കെൻ്റെ ജോലിയുടെ ഭാഗമായി പലരെയും കാണേണ്ടി വരും. അയാൾ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് നടന്നു. ഗൗതമിന്റെ ആ ഒഴിഞ്ഞുമാറൽ വീണയെ കൂടുതൽ തളർത്തി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു. മകൾ ഗീതുവിന്റെ പെരുമാറ്റവും വീണയെ നോവിച്ചു. സ്കൂൾ കഴിഞ്ഞു വന്നാൽ ഗീതു വാതിലടച്ചിരിക്കുകയാണ്. മീര സംസാരിക്കാൻ ചെന്നാൽ എനിക്ക് പഠിക്കാനുണ്ട് അമ്മേ എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറും. പണ്ട് അമ്മയോട് ഒട്ടി നടന്നിരുന്ന മകളുടെ കണ്ണുകളിൽ ഇപ്പോൾ വല്ലാത്തൊരു തണുപ്പും അപരിചിതത്വവുമാണ്. അതേസമയം ജാനകിയോട് അവൾക്ക് വല്ലാത്തൊരു അടുപ്പമുള്ളതുപോലെ വീണയ്ക്ക് തോന്നി. തന്നെക്കാൾ കൂടുതൽ ജാനകിയെ മക്കൾ ഇഷ്ടപ്പെടുന്നത് വീണയിൽ അസൂയയും സങ്കടവും നിറച്ചു. രാത്രികളിൽ ഉറക്കം തീരെ വിട്ടുപോയി. തൻ്റെ സ്നേഹവും സാമീപ്യവും കുറഞ്ഞതുകൊണ്ടാണോ എല്ലാവരും തന്നിൽ നിന്ന് അകലുന്നത്? അതോ കരിയറിന് പിന്നാലെ ഓടിയപ്പോൾ തനിക്ക് തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു? ഈ വഞ്ചനയുടെയും നിഗൂഢതയുടെയും നടുവിൽ താൻ ഒറ്റപ്പെട്ടതായി അവൾക്ക് തോന്നി. ജാനകി പറഞ്ഞ ആ ഭയത്തിന്റെ പൊരുളറിയാൻ വീണ ഒരു തന്ത്രം മെനഞ്ഞു. ആരെങ്കിലും ഒരാളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് കയ്യോടെ പിടികൂടണം. അടുത്ത ദിവസം രാത്രി സാധാരണ പോലെ വീണ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുത്തു. ഇന്ന് രാത്രി വലിയൊരു സർജറി ഉണ്ട്, ഞാൻ വരാൻ പുലർച്ചെയാകും എന്നവൾ എല്ലാവരോടും പറഞ്ഞു. ജാനകിയുടെ മുഖത്ത് എപ്പോഴും ആ പഴയ ആകുലത വീണ കണ്ടു. ഗൗതം പതിവ് പോലെ ലാപ്ടോപ്പിൽ മുഴുകിയിരിക്കുകയായിരുന്നു. വീണ ബാഗും എടുത്ത് താഴേക്ക് പോയി. കാർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവൾ ഹോസ്പിറ്റലിലേക്ക് പോയില്ല. നഗരത്തിന്റെ തിരക്കിലൂടെ അവൾ കുറച്ചുനേരം വെറുതെ വണ്ടി ഓടിച്ചു. അവളുടെ ഉള്ളിൽ ആദ്യ പുകയുന്നുണ്ടായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ കാർ ഫ്ലാറ്റിന് അല്പം അകലെ പാർക്ക് ചെയ്ത് ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെയർകേസ് വഴി അവൾ 12ാം നിലയിലേക്ക് നടന്നു. ശ്വാസം അടക്കി പിടിച്ച് അവൾ തന്റെ ഫ്ലാറ്റിന്റെ വാതിലിന് മുന്നിലെത്തി. പുറത്തെ വെളിച്ചം അണഞ്ഞിരിക്കുന്നു. അവൾ തന്റെ കീ ഉപയോഗിച്ച് അതീവ ജാഗ്രതയോടെ വാതിൽ തുറന്നു. അകത്ത് വല്ലാത്തൊരു നിശബ്ദത.
ഗൗതമിന്റെ മുറിയിൽ വെളിച്ചമില്ല. ഗീതുവിന്റെ മുറിയിൽ നിന്ന് നേരത്തെ ഒരു ശബ്ദം കേൾക്കാം. വീണ പൂച്ചയെപ്പോലെ ശബ്ദമുണ്ടാക്കാതെ ഇടനാഴിയിലൂടെ നടന്നു. അവളുടെ ഹൃദയമിടിപ്പ് ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ജാനകി എവിടെയാണ്? ഗൗതം എവിടെയാണ്? തൻ്റെ വീട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ സത്യം എന്തായിരിക്കും? ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ വീണയുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും നിറഞ്ഞു. അവൾ ഗീതുവിൻ്റെ മുറിയുടെ വാതിലിനടുത്തെത്തി. വാതിൽ പൂർണ്ണമായും അടച്ചിരുന്നില്ല. ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം വീണയെ മരവിപ്പിച്ചു കളഞ്ഞു. അത് കേവലം ഒരു സംസാരമായിരുന്നില്ല, മറിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഏതോ ഒരു രഹസ്യത്തിൻ്റെ തുടക്കമായിരുന്നു. വീണ സാവധാനം വാതിൽ തള്ളി തുറന്നു. എന്തായിരിക്കും വീണ ആ മുറിയിൽ കണ്ട കാഴ്ച? ഈ കഥയുടെ തുടർഭാഗത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.